തിരികെ വരാം കുട്ടിക്കലവറയിലേക്ക്. അപ്പൊ നമുക്കൊരു കോളുണ്ട്, കോളിലേക്ക് കിടക്കാം. ഹലോ, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കൂ. അതെ, ഇനി പേര് പറഞ്ഞോ, കുറച്ചും കൂടെ കുറച്ചോ കേട്ടോ. ഇനി പേര് പറഞ്ഞോ. ശിവനന്ദ. ശിവനന്ദ. ശിവനന്ദ എവിടുന്നാ വിളിക്കുന്നേ? കടവൂരിന്ന്. ശിവനന്ദ സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ആസ്വദിക്കുവാണോ? മഴ ഉണ്ടോ ഇപ്പൊ അവിടെ? ഇല്ല. പിന്നെ ആ റേഡിയോയുടെ വോളിയം കുറച്ചും കൂടെ കുറയ്ക്കോ. രാവിലെ ഉണ്ടായിരുന്നു. മഴത്തിറങ്ങി നനഞ്ഞു വന്നിട്ട്? ആ ഗുഡ്. അതെന്താ നനയാഞ്ഞേ? ഇപ്പൊ മഴയത്തൊക്കെ ഇറങ്ങി നനയത്തില്ലേ എല്ലാരും? അതെന്താ? പനി പിടിക്കും. ഗുഡ്. മഴ നനയാൻ പാടില്ല അല്ലേ? പിന്നെ പറഞ്ഞോ. പിന്നെ എന്തൊക്കെ അറിയാന്ന് പറ. മഴയത്ത് നമ്മൾ മഴയത്ത് ഇടിയിലും ഒന്നും ഇറങ്ങാതെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്? ഇടി വെട്ടുമ്പോ ഒരിടത്ത് അടങ്ങിയിരിക്കണം. പിന്നെന്താ? പിന്നെ പുറത്തൊന്നും ഇറങ്ങരുത്. പുറത്തിറങ്ങരുത്. പുറത്ത് ഇറങ്ങിയാൽ മിന്നലേക്കും അല്ലേ? പിന്നെന്തൊക്കെ നോക്കാം? പിന്നെ ഓടിക്കളിക്കരുത് കുഞ്ഞുങ്ങള്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് ശ്രദ്ധിക്കേണ്ട. ഇലക്ട്രിക് ഡിവൈസുകളില് തൊടരുത്. ഷോക്ക് അടിക്കും അല്ലേ? പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യമല്ല കോള് മാത്രമാണെങ്കിലും എടുക്കാവൂ അല്ലേ? അല്ലാതെ നമ്മള് ഫോൺ യൂസ് ചെയ്യരുത്. ഫോൺ ചാർജ് ചെയ്യാൻ പാടില്ല. പിന്നെന്തൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്. പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണോ? പെറ്റ്സ് ഉണ്ടോ വീട്ടില്? ഇല്ല. ഒന്നുമില്ല. കോഴിയുണ്ട്. മതിയല്ലോ. അതുകൊണ്ട് അവിടെ കൂവുന്നുണ്ട. പറഞ്ഞപ്പോഴേ അത് സൈറനിട്ട അവിടെ. ഞാനിവിടെ ഉണ്ടേന്നുള്ളത് അറ്റൻഡൻസ് വെച്ച് വേണ്ട. എന്റെ കാര്യം മാത്രം നിങ്ങളൊക്കെ മറന്നു എന്ന് പറഞ്ഞു. കോഴി ഇഷ്ടമാണോ? കേട്ടാ, വീണ്ടും അത് അവിടെ കൂകി. പിന്നെ വേറെ എന്ത് പെറ്റ്സ് ഉണ്ട്? ക്യാറ്റ് ഉണ്ടോ? ഡോഗ്? അതെന്താ അതിനൊക്കെ വളർത്താത്തെ? ഇഷ്ടമല്ല? ഇഷ്ടമാണ്, പക്ഷെ കടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ? കടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്കത് ദോഷമല്ലേ? അപ്പൊ നമ്മള് പിന്നെ വാക്സിൻ എടുക്കേണ്ടി വരും അല്ലേ? അത് ഇതിന്റെയൊക്കെ നഖം കൊണ്ട് നമ്മുടെ ദേഹത്ത് മുറിവുണ്ടായാല് നമ്മള് വാക്സിൻ എടുക്കേണ്ടി വരും. നമ്മളിപ്പോ പുറത്തു പോയാലും ഇതിനെ ഒന്നും ചെന്ന് പിടിക്കുകയും ചെയ്യരുത് മാക്സിമം. അത് നമുക്കറിയത്തില്ലല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ എടുത്തിരുന്നോണ്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ ഇന്ന് കൃത്യ സമയത്ത് വാക്സിൻ എടുത്തു അതിന് വേണ്ടിയിട്ടുള്ളതെന്ന്. പുറത്ത് നമ്മൾ ഇതിനൊക്കെ പിടിക്കാൻ നിന്നാ കടിച്ചാൽ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നമ്മളും വാക്സിൻ എടുക്കേണ്ടി വരും അല്ലേ? പിന്നെ ഇതിന്റെയൊക്കെ രോമമില്ലേ, അതിൽ നമുക്ക് അലർജി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമ്മൾ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പിന്നെ കൈ നല്ലപോലെ വാഷ് ചെയ്യണം. അതുകൊണ്ടാണോ വളർത്താത്തെ? പിന്നെന്തൊക്കെയുണ്ട്? ഫുഡൊക്കെ കഴിച്ചോ? എന്താ കഴിച്ചേ? ചോറാണോ ഇഷ്ടം? ചോറാണോ ജങ്ക് ഫുഡ്സ് ആണോ ഇഷ്ടം? അത് ജങ്ക് ഫുഡ്സ് ആയിരിക്കില്ലേ? അതിലേതാ ഇഷ്ടം ഏറ്റവും? എല്ലാം ഇഷ്ടമാ. ഈ ജങ്ക് ഫുഡ്സ് കഴിച്ചാലുള്ള കുഴപ്പം എന്താ? എല്ലാരും പറയത്തില്ല ജങ്ക് ഫുഡ്സ് കഴിച്ചുകൂടാ, അത് ദോഷമാണ് ശരീരത്തിന് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചോറ് തന്നെ കഴിക്കണം,
അപ്പൊ ഈ ജങ്ക് ഫുഡ്സ് കഴിച്ചാലുള്ള കുഴപ്പം എന്താ എല്ലാരും പറയുന്നേ? ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം ജങ്ക് ഫുഡ്സ് അല്ലേ? KFC, ബർഗർ, സാൻഡ്വിച്ച് ഇല്ലേ? ഇതൊക്കെ കഴിച്ചാലുള്ള കുഴപ്പം എന്തുവാ അറിയോ? വണ്ണം വെക്കത്തില്ലേ, ഫാറ്റ് ഉണ്ടാവും, അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കത്തില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ജങ്ക് ഫുഡ്സ് കുറച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്സുകൾ തന്നെ മാക്സിമം യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ മോള് ചോറല്ലേ കഴിച്ചാൽ അത് മതി, അത് തന്നെ നല്ലത്. വല്ലപ്പോഴും നമുക്ക് ഇതൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട്? ഡ്രോയിങ് പഠിക്കാൻ പോകുന്നു. ഡ്രോയിങ് പഠിക്കാൻ പോകും. ആരാ കൊണ്ടാക്കുന്നേ? അപ്പൂപ്പൻ. ആ റേഡിയോയുടെ വോളിയം കുറച്ചും കൂടെ കുറയ്ക്കോ? എല്ലാരും കേൾക്കുന്നുണ്ടോ മോള് വിളിക്കുന്നത്? അതാണോ റേഡിയോ വോളിയം കൂട്ടിക്കൂട്ടി വെച്ചേ? അല്ല, ഞാൻ അടുത്ത് നിൽക്കും, അതുകൊണ്ടാ. എങ്കിൽ മോളിച്ചിരി മാറി നിന്നാലും മതി, കുറയ്ക്കണ്ട. ഒരിച്ചിരി അവിടുന്ന് മാറി നിന്നാ മതി. ഡ്രോയിങ്ങിന് അപ്പൂപ്പന്റെ കൂടെ എങ്ങനെയാ പോണേ? നടന്നല്ലേ? സ്കൂട്ടറിൽ. സ്കൂട്ടറിൽ പോകുമ്പോ ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ട് പോവോ? അപ്പൂപ്പൻ മാത്രമേ വെക്കത്തോളം മോളും വെക്കോ? ഞാനും വെക്കും. ഗുഡ്, അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ? ഹെൽമെറ്റ് വെക്കുന്ന എന്തിനാ? ഹെൽമെറ്റ് വെക്കുന്ന എന്തിനാ? സുരക്ഷയായിട്ട് പോവാൻ. സുരക്ഷിതമായിട്ട് പോവാൻ ഇല്ലേ? പിന്നെ അപ്പൊ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരുമോ പോകുമ്പോ? വാങ്ങിച്ചു തരത്തില്ലേ? അതെന്താ, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കരുതെന്നാണോ? ഫുഡ് പോയിസൺ വരും, ചിലപ്പോഴൊക്കെ വാങ്ങിച്ചു തരും. ഫുഡ് പോയിസൺ വരും എന്നുള്ള പേടിയാ? എന്നാലും നമ്മള് പേടിക്കണം കുറച്ചില്ലേ? മാക്സിമം നമ്മള് പുറത്തുനിന്നുള്ള ഫുഡുകൾ അങ്ങനെ കഴിക്കാതിരിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡുകൾ കഴിക്കുക. അതാകുമ്പോ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അത് കെമിക്കൽസ് ഒന്നുമില്ല, നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത കെമിക്കൽസ് ഒന്നും നമ്മൾ അതിൽ ആഡ് ചെയ്തില്ല. നമുക്ക് വേണ്ടുന്ന മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയല്ലേ നല്ലത്? പിന്നെ ഇന്നലെ എനിക്ക് സ്കൂളിൽ റിസൾട്ട് അറിഞ്ഞു. ജയിച്ചോ? ഇനി അപ്പൊ എത്രാം ക്ലാസ്സിലോട്ടാ? 4-ലോട്ട്. അപ്പൊ ഞങ്ങക്ക് ട്രീറ്റ് തരുമോ? എന്ത് തരും? വേണ്ട, ചുമ്മാ ചോദിച്ചതാ ചേച്ചി, ഓർത്ത് സങ്കടപ്പെടണ്ട, ചുമ്മാ ചോദിച്ചതാ കേട്ടോ. അപ്പം ജയിച്ചതിന് കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി അടുത്ത ആഴ്ചയൊക്കെ വിളിക്കുവോ? 4-ാം ക്ലാസ്സിലായി ട്യൂഷനൊക്കെ ഉണ്ട്, എനിക്ക് വിളിക്കാൻ സമയമില്ലെന്ന് പറയുവോ? ഇല്ല. അതാരാ അവിടെ എക്കോ? എക്കോ ആരാ? കുഞ്ഞെക്കോ? അനിയത്തിയാണോ? അപ്പൊ ചേച്ചി അനിയത്തി അടുത്ത ആഴ്ച വിളിക്കണം കേട്ടോ. അപ്പൊ ടാറ്റാ. അപ്പൊ മഴയാണ്, അപ്പൊ എല്ലാം ശ്രദ്ധിക്കണം. ഈ വൈദ്യുതിയിലൊന്നും പോയി പിടിക്കരുത്. പുറത്തു പോകുമ്പോ പോസ്റ്റിന്റെ അടുത്ത് ഒന്നും പോയി നിൽക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കുക. ടാറ്റാ. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ജങ്ക് ഫുഡ്സ് ആണ്. ജങ്ക് ഫുഡ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം കുട്ടികളെന്നല്ല, മുതിർന്നവർക്കായാലും എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം കൂടുതലായിട്ട്. പക്ഷെ അതിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ അതിനകത്ത് കിട്ടുന്നില്ല. അപ്പം അത് പല പല അസുഖങ്ങൾക്കും, അമിതവണ്ണം, എക്സസൈസ് ഒന്നുമില്ല. ഇപ്പം കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ അത്ര വലിയ എക്സസൈസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ണം വെക്കുകയും ഫാറ്റ് ഉണ്ടാവുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് ആവശ്യമായ പോഷകങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥയെത്തും. പിന്നെ രോഗപ്രതിരോധ ശേഷി കുറയും. നമ്മുടെ ശരീരത്തിനകത്തുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ട് നമുക്ക് പലതരം അസുഖങ്ങളുണ്ടാവും. അപ്പം മാക്സിമം കുഞ്ഞുങ്ങളെല്ലാരും ഈ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഫുഡുകൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇന്ന് വിളിച്ച എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും
ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അപ്പൊ എല്ലാരും അടുത്ത ആഴ്ചയും വിളിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലും ഓർത്തു വെച്ചേക്കുക. നമ്മൾ മഴയാണ്, പുറത്തിറങ്ങുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴായാലും എല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും നല്ല പോലെ ഇരിക്കുക. അപ്പൊ നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. അപ്പം വീണ്ടും അടുത്ത ആഴ്ച കാണാം. കുട്ടിക്കലവറയിലൂടെ സൈനിങ് ഓഫ് രേഷ്മ.